നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിലേക്ക് സ്വാഗതം. ഭാഗം 3. സ്ഥലം മാറിക്കിടന്നതുകൊണ്ട് ഇന്നലെ രാത്രി അവൾക്ക് ഉറക്കം കിട്ടിയില്ല. സാക്ഷി എഴുന്നേൽക്കുന്നതിനു മുൻപേ അവൾ കുളി കഴിഞ്ഞ് റൂമിലെത്തി. ഓഫീസിലെ ആദ്യത്തെ ദിവസം കാഷ്വൽ ഡ്രസ്സിൽ ഇറങ്ങാനൊരുങ്ങിയ അതിഥിയുടെ കയ്യിൽ സാക്ഷി അവളുടെ ഷെൽഫിൽ നിന്നും ഫോർമൽ പാൻറ്റും ഷർട്ടും എടുത്തു കൊടുത്തു. ഇന്നലെ ബാഗിൽ നിന്നും ഡ്രസ്സുകളെടുത്ത് പുറത്തു വെച്ചപ്പോഴേ അവളുടെ ഫാഷൻ സെൻസ് ഒട്ടും കൊള്ളില്ലെന്ന അഭിപ്രായമാണ് സാക്ഷിക്ക്. വരുന്ന ഞായറാഴ്ച ബാക്കി പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് അവൾ അതിഥിയോട് ചട്ടം കെട്ടി. അവളെ ഓഫീസിലേക്കുള്ള ഊബർ കയറ്റിവിട്ട ശേഷമാണ് സാക്ഷി ഓഫീസിലേക്ക് തിരിച്ചത്. ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൻ്റെ ഉള്ളിൽ നടക്കാനിടയുള്ള എല്ലാ തിക്കും തിരക്കും അവിടെയും കാണാനുണ്ട്. എല്ലാവരും നല്ല ഓട്ടത്തിലാണ്. ഓഫീസിലെ മലയാളികളെല്ലാം ഹൈദരാബാദ് ബ്രാഞ്ചിലാണെന്ന് HR ഇൻ്റർവ്യൂ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതുകൊണ്ട് പെട്ടെന്ന് കമ്പനിക്ക് ഇവിടെ ആരും കിട്ടാനിടയില്ലെന്ന് അവൾക്ക് ഉറപ്പായി. ടെക്നിക്കൽ ടീമിലുള്ള ശരണ്യ രാധാകൃഷ്ണൻ മാത്രമാണ് ഓഫീസിലെ ഏക മലയാളി. രാവിലെ ലിഫ്റ്റിൽ വെച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ മലയാളിയാണോ എന്ന തൻ്റെ ചോദ്യം കേട്ടിട്ടും മറുപടി തരാഞ്ഞപ്പോഴേ ആ അഹങ്കാരിയുമായി ഒരു സൗഹൃദവും നടക്കില്ലെന്ന് അതിഥി മനസ്സിൽ ഉറപ്പിച്ചതാണ്. വീഡിയോ മീറ്റിംഗ് വഴി ടീമിലെ ആളുകളുമായി ചെറിയൊരു പരിചയപ്പെടൽ ഉണ്ടായതൊഴിച്ചാൽ ആദ്യ ദിവസം ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ആരുടെയും കണ്ണെത്താത്ത ഒരു മൂലയ്ക്കാണ് അവളുടെ ഡെസ്ക്. ഞായറാഴ്ച ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഡെസ്കിൽ വയ്ക്കാൻ ഒരു കലണ്ടറും കുഞ്ഞു ചെടിയും വാങ്ങിക്കണമെന്ന് ആലോചിച്ച് വെറുതെ ചാരിക്കിടക്കുമ്പോഴാണ് അവൻ അവളെ തട്ടി വിളിച്ചത്. മലയാളിയാണോ? ആ അതെ, മലയാളിയാണോ? പെട്ടെന്നുണ്ടായ ആവേശത്തിൽ അവൾ തിരിച്ചും ചോദിച്ചു. അല്ല, മലയാളം സംസാരിക്കുന്ന ബംഗാളിയാണ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. മലയാളം കേട്ട ആവേശത്തിൽ ചോദിച്ചു പോയതാണ്. എൻ്റെ പേര് അതിഥി. ആദിത്യൻ. ഇവിടെ ഗ്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. വെറുതെ ഇരിക്കുവാണെങ്കിൽ വായോ, ഒരു ചായ ഓഫർ ചെയ്യാം. താഴെ കടയെല്ലാം ഉണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. ഒരു സിഗരറ്റ് കടയുണ്ട്. പേരിനൊരു ചായയും കിട്ടും. അവൾ അവൻ്റെ ഒപ്പം ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. രാവിലെ തന്നെ ആ ശരണ്യയ്ക്ക് മുന്നിൽ പോയി പെട്ടല്ലേ? ലിഫ്റ്റിലെ ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ അമർത്തുന്നതിനിടെ അവൻ ചോദിച്ചു. ആ കാര്യം ആരു പറഞ്ഞു? ഞാൻ ഇയാളെ ലിഫ്റ്റിൽ കണ്ടില്ലല്ലോ രാവിലെ. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു തമിഴ് പയ്യനുണ്ട്, ശക്തി. മച്ചി ഇന്നേക്ക് കാലയിലെ സമ്മർ ഫൺ എന്ന് പറഞ്ഞ് ലിഫ്റ്റിലെ കഥ അവൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. വന്ന ദിവസം അവൾ എനിക്കും നൈസായിട്ട് ഇതുപോലെ ഒരു പണി തന്നതാ. അതുകൊണ്ട് തൻ്റെ സുഖവിവരം ഒന്ന് അന്വേഷിച്ച് കളയാമെന്ന് കരുതി. അവൻ കളിയാക്കിയ പോലെ ഒന്ന് ചിരിച്ചു. എനിക്ക് അവളെ ഇഷ്ടമായില്ല. അതിഥി പരിഭവപ്പെട്ടു. എനിക്കും. സാരമില്ല, ഒരു ദിവസം അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. അന്ന് നല്ലോണം അപമാനിച്ചു വിടാം. എന്തു പറയുന്നു? ഡീൽ. ആഹാ, ഒരാളെ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോൾ എന്താ സന്തോഷമല്ലേ? രണ്ടുപേരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. പോകുന്നതിന് മുൻപേ ആദ്യ ഗ്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അവൻ്റെ സുഹൃത്തുക്കളെ അവൾക്ക് പരിചയപ്പെടുത്തി. എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള ആളുകളുണ്ട് അവിടെ. അവളുടെ ലിഫ്റ്റ് കഥ ഡെസ്കിൽ പാട്ടാക്കിയ ശക്തിയുമായി അവൾ പെട്ടെന്ന് കമ്പനിയായി. ആദ്യം ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസത്തോളമായി. ഓഫീസിനടുത്ത് കൂട്ടുകാരുമായി ഫ്ലാറ്റ് എടുത്താണ് താമസം. ജോലി ഇഷ്ടമുണ്ടായിട്ടല്ല, വീട്ടുകാരനെ നിർബന്ധം കൊണ്ട് വണ്ടി കയറിയതാണ്. അവന് സിനിമാ സംവിധാനവും അഭിനയവും ഒക്കെയാണ് ലോകം. രണ്ടുപേരുടെയും ഷിഫ്റ്റ് ഒരേ സമയമായതിനാൽ ഓഫീസിൽ നിന്നും അവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ബാംഗ്ലൂരിൽ എത്തിയ ശേഷം കുറച്ച് സന്തോഷത്തോടെ സംസാരിച്ചതും സമയം ചിലവഴിച്ചതുമെല്ലാം ആദ്യം കണ്ട ശേഷമാണെന്ന് അവൾക്ക് തോന്നി. വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വന്നേക്കണമെന്ന് ആൻറ്റി വിളിച്ചു പറഞ്ഞതിനാൽ രാത്രി ഭക്ഷണത്തിന് തന്നെ കാത്തു നിൽക്കേണ്ടതില്ലെന്ന് സാക്ഷിക്ക് മെസ്സേജ് അയച്ച് അവൾ നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഊബർ വിളിച്ചു. ഫ്ലാറ്റിലേക്കുള്ള ചെറിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചതും പട്ടികൾ ഓടി വന്ന് അവൾക്ക് ചുറ്റും കൂടി. അതേ വേഗത്തിൽ തിരിഞ്ഞോടി ഗേറ്റ് പൂട്ടി കിതച്ചുകൊണ്ട് അവൾ ഫോണിൽ ആൻറ്റിയുടെ നമ്പർ ഡയൽ ചെയ്തു. എന്താ അമ്മു ഇങ്ങനെ കിതക്കുന്നേ? ഫോൺ എടുത്തപാടെ ആൻറ്റി പരിഭ്രമത്തോടെ ചോദിച്ചു. ആൻറ്റി, ഇവിടെ നിറയെ പട്ടികളാണ്. ഇതെല്ലാം കൂടെ എന്നെ ഇപ്പോൾ കടിക്കും. എനിക്ക് പേടിയാ. ഞാൻ മേലോട്ട് വരുന്നില്ല. അത് ഈ കിടന്ന് കുരയ്ക്കത്തേയുള്ളൂ, കടിക്കില്ല. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിൽക്ക്, ഞാൻ താഴോട്ട് വരാം. ആൻറ്റിയുടെ ഓരം ചേർന്ന് ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ അവൾ ചുറ്റും നോക്കി. ആ പട്ടികൾ അവിടെ തന്നെയുണ്ട്. പക്ഷേ ഒറ്റ എണ്ണം പോലും അടുത്തേക്ക് വരുന്നില്ല. നിന്നെ പരിചയമില്ലാത്തതിൻ്റെയാണ്. നീ സ്ഥിരമായി വന്നാൽ മതി. എല്ലാവരും കമ്പനി ആയിക്കോളും. പട്ടിയെ അത്രയ്ക്ക് പേടിയാണോ? പേടിയുടെ കാര്യത്തിൽ ഈ പ്രേതത്തിനെ വേണേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ പട്ടിയും പാമ്പും നോ രക്ഷ. അവൾ ചെറിയ പേടിയോടെ പറഞ്ഞു. നാട്ടിലെ അതേ രുചിയിൽ ആൻറ്റി ഉണ്ടാക്കിയ മീൻകറിയും ഉപ്പേരിയും എല്ലാം കൂട്ടി ചോറ് കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും ഷാലു ട്യൂഷൻ കഴിഞ്ഞെത്തി. ചേച്ചിക്ക് റൂംമേറ്റ്സിനെ എല്ലാം ഇഷ്ടമായോ?
ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരുന്ന അവൾക്കരികെ വന്ന് ശാലു ചോദിച്ചു. ആ പിന്നെ നല്ല കുട്ടിയാണ് സാക്ഷി. റൂമെല്ലാം വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നല്ല കമ്പനിയായി. പഠിക്കാനും ജോലിക്ക് ചെയ്യാനുമൊക്കെ എനിക്കും ഇതുപോലെ എവിടെയെങ്കിലും പോകണം. +2 കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല, അവൾ അല്പം സങ്കടത്തോടെ പറഞ്ഞു. അതെന്താ, എല്ലാവരും അങ്ങനെയെങ്കിലും ബാംഗ്ലൂരിൽ എത്തിയാൽ മതിയെന്നാ പറയുന്നത്. നിനക്കെന്താ ഇവിടെ ഇഷ്ടമല്ലാത്തത്? അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വാ, നമുക്കകത്തേക്ക് പോകാം. ഇവിടെ അധിക നേരം നിൽക്കണ്ട, അച്ഛൻ കണ്ടാൽ ചീത്ത പറയും. അവൾ അതിഥിയുടെ കൈ പിടിച്ചു. എന്തിന്? അമ്മയുടെ കറിവേപ്പ് ചെടി ചവിട്ടുമെന്ന് പേടിച്ചിട്ടാണോ? അതിഥിക്ക് കാര്യം പിടികിട്ടിയില്ല. അതല്ല, ദേ ആ നേരെ കാണുന്ന ഫ്ലാറ്റില്ലേ, അതിൽ ഒരു 4 മലയാളി പയ്യന്മാരുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്ന് നിന്നപ്പോൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. അത് കണ്ടാണ് അച്ഛൻ കയറി വന്നത്. പിന്നെ അവരവിടെ ഉള്ളപ്പോൾ ഞാനിവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഓ അപ്പടിയാ, അവരെന്താ നിന്നോട് ചോദിച്ചേ? അത് പോട്ടെ, പിള്ളേരെങ്ങനെ, കാണാൻ ലുക്കുണ്ടോ? അതിഥി ചെറുതായി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ബെസ്റ്റ് നല്ല ആളോടാ ഞാൻ പറഞ്ഞേ. അവർ വെറുതെ പേര് ചോദിച്ചേയുള്ളൂ, അത്രയുള്ളൂ. കാണാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ച കൂട്ടത്തിൽ ഒരു ചേട്ടൻ കൊള്ളാം, എനിക്കിഷ്ടായി. അവൾ മുഖം തരാതെ അല്പം നാണത്തോടെ പറഞ്ഞു. എന്താണ് രണ്ടാളും കൂടെ ഒരു സ്വകാര്യം? ഈ ബാൽക്കണിയുടെ ഡോർ തുറന്നു വെച്ചാൽ കൊതുകെല്ലാം രാത്രി അകത്ത് കയറും കേട്ടോ, ആൻറ്റി ടേബിൾ വൃത്തിയാക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ബാൽക്കണി തുറന്നു വെച്ചാൽ കൊതുകല്ല, വേറെ പലതും അകത്ത് കയറും കേട്ടോ ആൻറ്റി, അതിഥി മറുപടി പറഞ്ഞു. എൻ്റെ ചേച്ചി ചതിക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ. പിന്നെയും എന്തോ പറയാനൊരുങ്ങിയ അതിഥിയുടെ വായ ശാലു പൊത്തിപ്പിടിച്ചു. രാത്രി അങ്കിൾ വന്ന ശേഷമാണ് അതിഥി ഹോസ്റ്റലിലേക്ക് പോയത്. 10 മണി കഴിഞ്ഞതിനാൽ സാക്ഷി ചെറുതായി വാതിൽ ചാരിയിട്ട് ഉറങ്ങാൻ കിടന്നിരുന്നു. വന്ന പാടെ ഫോണുമായി അവൾ ബെഡിലേക്ക് വീണു. വന്ന മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുത്തു. ഓഫീസിലെ പുതിയ വാട്സാപ്പ് ഗ്രൂപ്പെല്ലാം ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വരാന്തയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരുന്നു. ഫോൺ വിളിച്ചും സംസാരിച്ചും എല്ലാവരും വരാന്തയിൽ കൂടി നിൽക്കുന്നതിനാൽ തൊട്ടടുത്ത റൂമിലുള്ളവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതി കിട്ടിയതുകൊണ്ട് 11 മണിക്ക് ശേഷം ഇപ്പോൾ വരാന്തയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണമെന്ന് വാർഡൻ ഉത്തരവിട്ട കാര്യം സാക്ഷി ഇന്നലെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. ഈ പരാതി കൊടുത്തതേ സാക്ഷി തന്നെയാവുമെന്ന സംശയം അപ്പോഴേ അതിഥിക്കുണ്ടായിരുന്നു. സാക്ഷിയുടെ അച്ഛൻ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ പണ്ടേ പട്ടാള ചിട്ടയാണ്. ആ ചിട്ടയുടെ ചെറിയൊരു ജീൻ അവൾക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുളിക്കാതെ കിടക്കാൻ കഴിയില്ല. വിയർപ്പും പൊടിയും ആകെ അഴുക്കാണ്. അവൾ ബക്കറ്റെടുത്ത് വരാന്തയിലൂടെ ബാത്റൂമിലേക്ക് നടന്നു. എനിക്ക് ഫേസ്ബുക്കുമില്ല, ഇൻസ്റ്റഗ്രാമുമില്ല. ദയവ് ചെയ്ത് നീ ഒന്ന് വിശ്വസിക്കുക. ആരാണ് ഇവിടെ മലയാളം പറയുന്നത്? സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള കോണിപ്പടിയിൽ അടുത്തു നിന്നാണ് ശബ്ദം. അവൾ 2 അടി പിറകോട്ട് വെച്ച് ഒന്നെത്തി നോക്കി. പടികൾ കയറിയതും ഇറങ്ങിയും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അതിഥിയെ കണ്ടതും ഒരു സെക്കൻഡ് സംസാരം നിർത്തി സംശയത്തോടെ നോക്കി. അവൾ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അല്പമൊന്ന് പരുങ്ങി മറ്റെന്തോ തിരയുന്നത് പോലെ ചുറ്റും നോക്കി അതിഥി ബാത്റൂമിലേക്ക് വേഗത്തിലേക്ക് നടന്നു. മോശമായി. അവൾ എന്ത് കരുതി കാണും? അല്ല, അവൾ എന്ത് കരുതാൻ, ഞാൻ മലയാളിയാണെന്ന് അവൾക്കറിയില്ലല്ലോ. അപ്പോൾ ഫോൺ വിളിച്ചത് ഒളിഞ്ഞു കേട്ടെന്ന് സംശയിക്കാൻ ഇടയില്ല. അല്പം ആശ്വാസത്തിൽ അതിഥി ബാത്റൂമിലെ ടാപ്പ് തുറന്നു. കുളി കഴിഞ്ഞ് സാക്ഷിയെ ഉണർത്താതെ റൂമിൻ്റെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ വരാന്തയിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കേട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റ് താഴെ വെച്ച് കോണിക്കടുത്തേക്ക് നടന്നു. നേരത്തെ കണ്ട അതേ പെൺകുട്ടി തന്നെയാണ്. കോണിയുടെ ഒരു മൂലക്കിരുന്ന് കാലുകൾ കൂട്ടിവെച്ച് മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്ന അവളെ അതിഥി തട്ടി വിളിച്ചു. അതെ, നീ ഓക്കെയാണോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖം പൊക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഫോൺ തപ്പിയെടുത്ത് അവൾ 2ാമത്തെ നിലയിലേക്ക് ഓടിക്കയറി. റൂമിലെത്തി ഉറങ്ങാൻ കിടന്നിട്ടും അതിഥിക്ക് ഉറക്കം വന്നില്ല. ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നി. റൂമിൽ പോയി കരയാൻ പറ്റാത്തത് കൊണ്ടാവും ചിലപ്പോൾ ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഒരാളിങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടും ഒന്ന് അന്വേഷിക്കാതെ ആശ്വസിപ്പിക്കാതെയും എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓരോന്നോർത്ത് എപ്പോഴാണ് മയങ്ങിപ്പോയതെന്ന് അവൾക്ക് ഓർമ്മയില്ല.